ഹലോ അസ്സാം വലൈക്കും. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തുണ്ടാക്കുന്ന അറിഞ്ഞാൽ ചിക്കൻ സുക്ക കറി അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമ്മൾ അതിന് വേണ്ടി ഞാൻ 3/4 കിലോ കോഴി എടുത്തു. പിന്നെ അതിൽക്കില്ല 2 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് മിക്സ് ആക്കിയിട്ട് കൊടുക്കണം. പിന്നെ കടുവിൻ്റെ എണ്ണ 3 സ്പൂൺ ഒഴിച്ചിട്ട് കൊടുക്കണം. ഇതേമാതിരി തന്നെ പിന്നെ ഒരു മിക്സ് ആക്കിയിട്ട് ഒരു സൈഡിൽ വെക്കണം. ഒരു സൈഡിൽ ഞാൻ ഗരം മസാല പൊടിച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട് 3 കത്തയും കുരുമുളക് പൊടിയും 5-6 ലോങ്ങും 2 വലിയ ഏലക്ക, 2 ചെറിയ ഏലക്ക, 1 സ്പൂൺ പൊടിസോപ്പ്, 2 സ്പൂൺ ജീരകപ്പൊടി, പിന്നെ 5-6 ഇടിമുളക് അതിനൊരു സൈഡിൽ പൊടിക്കാൻ വെക്കണം. പിന്നെ അതേ ചട്ടിക്കകത്ത് ഞാൻ കടുവിൻ്റെ എണ്ണ തന്നെ ഒഴിച്ചിട്ടില്ലേ, ഇത് കടുവിൻ്റെ എണ്ണ അതിനൊഴിച്ചിട്ട് നമ്മൾ ഇപ്പം മസാല തേച്ച കോഴി ഇട്ടിട്ട് കൊടുക്കണം. കോഴിനെ ഫ്രൈ ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇതേമാതിരി നോക്കല്ലേ. അങ്ങനെ മറിച്ചും തിരിച്ചിട്ട് ഇട്ടിട്ട് കൊടുത്തോണ്ട് വേണം ഇതേമാതിരി. അതായി പിന്നെ ഇതേ മസാലൻ്റെ ചട്ടിക്കാണ് ഞാൻ ഇട്ടിട്ട് കൊടുത്തു. അത് മസാലൻ്റെ ചട്ടി പിന്നെ ഇത്ര ഫ്രൈ ആക്കി പിന്നെ കോഴിനെ ഇട്ടിട്ട് കൊടുക്കണം. പിന്നെ അതേ എണ്ണക്കത്ത് ഉള്ളി ഞാൻ 3 എടുത്തിന് ഉള്ളി കായ്ക്കാൻ എടുക്കണം. ഇത് ഞാനിപ്പോൾ ചൂടാക്കിയിട്ട് എടുത്തിട്ടില്ലേ മസാല, അതിനെ പൊടിച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് മിക്സിക്കകത്തിട്ട്. പിന്നെ ഇതേമാതിരി നന്ന പൊടിക്കാൻ വേണ്ടി ഇടിയിട്ടങ്ങ് മോശമില്ല, ഞാൻ പൊടിച്ചിട്ടിട്ടത്. പിന്നെ 3 ഞാൻ തക്കാളി എടുത്തിന്. പിന്നെ തക്കാളിനെ ഇത് അരിച്ചിട്ട് എടുക്കണം. പിന്നെ ഉള്ളി കാഞ്ഞ പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് 1 സ്പൂൺ ഇടണം. പിന്നെ തക്കാളി അരിച്ചിട്ടെടുത്തത് അത് ഇടണം. ഇഞ്ചിൻ്റെ മണം മാറിയ പിന്നെ അതിൻ്റെ എല്ലാം കളർ മണം മാറിയ പിന്നെ 2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ് വേണം കിട്ടിയിട്ട് കൊടുത്താൽ കായ്. ഇങ്ങനെയല്ല പിന്നെ ഇതിടണം. എന്തെന്ന് പറഞ്ഞാൽ 1 സ്പൂണിൽ കടലപ്പൊടി ഇടണം. കടലപ്പൊടി ഇട്ടിട്ട് പിന്നെ 2-3 പച്ചമുളക് ഇടണം. ഇട്ടിട്ട് തന്നെ മിക്സ് ആക്കിയിട്ട് കൊടുത്ത് പിന്നെ ഇതേ മസാല നമ്മൾ പൊടിച്ചിട്ട് വെച്ചിട്ടില്ല മസാലനിട്ടിട്ട് കൊടുക്കണം. അതിനിട്ടിട്ട് നല്ല മിക്സാക്കി പിന്നെ കോഴി നമ്മൾ കഴിച്ചിട്ടെടുത്ത കോഴിനിട്ടിട്ട് കൊടുക്കണം. അങ്ങനെ നല്ല അടിക്കും മേൽക്ക് ഇതാക്കിയിട്ട് കൊടുത്തിട്ട് മറിച്ചിട്ടിട്ട് കൊടുത്ത് ഇത് കസ്തൂരി മേത്തി കുറച്ച് മുകളിൽ പൊടിച്ചിട്ടിടണം. പിന്നെ കുറച്ചൊരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി. 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഇതേമാതിരി മിക്സ് ആക്കിയിട്ട് കൊടുക്കണം. നന്ന ഉണങ്ങാൻ പാടില്ല, നല്ല സുക്കാക്കിയിട്ട് എടുക്കണം. ഇതേമാതിരി മറിച്ചിടണം. നല്ല ടേസ്റ്റ് ഇത്. നല്ല കിച്ചടീൻ്റെ അകത്ത് ചപ്പാത്തിൻ്റെ അകത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി ഇത്. പുതിയതായിട്ട് ആരും കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആക്കാൻ മറക്കണ്ട. പിന്നെ അതിൻ്റെ മുളക്ക് കൊത്തുമീർ ഇട്ടിട്ട് കൊടുക്കണം. റെഡിയായി കറി നോക്കാമല്ലോ. അസ്സലാമു അലൈക്കും. പുതിയ വീഡിയോ ആയിട്ട് കാണാം.